വിതയ്ക്കാതെയും കൊയ്യാതെയും പുലർത്തുന്ന ദൈവം. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ടികശാലയും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യമാണ് നാം കേട്ടത്. ലളിതമായ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ വിശദീകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഒരു പരിശ്രമവും നടത്താത്ത പക്ഷികളെ ദൈവം ഇത്രയധികം കരുതലോടെ പുലർത്തുന്നുണ്ടെങ്കിൽ ദൈവസൃഷ്ടിയായ ദൈവമക്കളായ നമ്മെ ദൈവം എത്രയധികം സ്നേഹത്തോടെ കാക്കും എന്ന ഉറപ്പാണ് യേശു തമ്പുരാൻ ഈ വാക്കുകളിലൂടെ നമുക്ക് തരുന്നത്. അധ്വാനിക്കേണ്ട ആവശ്യമില്ല, വെറുതെ കയ്യും കെട്ടി അലസന്മാരായി ഇരുന്നാൽ മതി, ദൈവം തന്നോളും എന്നല്ല ഈ വാക്കുകളുടെ അർത്ഥം. വിശ്വസ്തയോടെ നാം പ്രവർത്തിക്കണം. ദൈവം തന്ന ആരോഗ്യം കൊണ്ട് നാം നന്നായി തന്നെ അധ്വാനിക്കുക വേണം. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് 2 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതെ, നാം വേല ചെയ്യേണ്ടവരാണ്, നാം അധ്വാനിക്കേണ്ടവരാണ്, നാം വിതയ്ക്കേണ്ടവരാണ്, നാം പാണ്ടികശാലയിലും കളപ്പുരയിലും കൂട്ടിവെക്കുവാനായിട്ടുള്ളതായ വക ഉണ്ടാക്കേണ്ടവരും കൂട്ടിവെക്കേണ്ടവരുമാണ്. അതെ, നാം നിശ്ചയമായിട്ടും അധ്വാനിക്കേണ്ടവരാണ്. അധ്വാനിച്ചേ മതിയാകൂ. അത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. എങ്കിലും ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നു എന്ന് വരാം. അധ്വാനങ്ങൾ ഫലം കാണാതെ പരാജയം നമുക്ക് ഉണ്ടായെന്ന് വരാം. വളരെ ആത്മാർത്ഥതയോടെ അധ്വാനിച്ചിട്ടും തകർച്ചകൾ ഉണ്ടായി എന്ന് വരാം. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പത്രോസ് പറഞ്ഞതുപോലെ നമുക്കും അധ്വാനിക്കാഞ്ഞിട്ടല്ല, അധ്വാനിച്ചിട്ടും അധ്വാനിക്കുവാൻ മനസ്സുണ്ട് എന്നിട്ടും കഴിയാതെ ഇരിക്കുന്ന അവസ്ഥകൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അപ്പോൾ നിരാശയും വേദനയും നമുക്കുണ്ടാകും. ഇനി എന്ത് എന്ന ഭയം നമ്മെ കാർന്ന് തിന്നേക്കാം. ജീവിതം തകർച്ചയുടെ വക്കിലാണ് എന്ന ഒരു ഭയം, നാളെയെക്കുറിച്ചുള്ളതായ ഭീതിയും അന്ധകാരമയമായ ഭാവിയെക്കുറിച്ചുള്ളതായ പേടിയും നമുക്ക് ഉണ്ടായി എന്ന് വരാം. അത്തരം സമയങ്ങളിൽ നമുക്ക് ആശ്വാസം പകരുന്നതും മുന്നോട്ട് തന്നെ കുതിച്ച് കൊണ്ടിരിക്കുവാൻ നമുക്ക് ശക്തി പകരുന്നതുമാണ് യേശു പറഞ്ഞതായ നാം കേട്ട വാക്കുകൾ. അതിൻ്റെ 22, 23 വാക്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുക. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവുമാണ് വലുത്. വിതയ്ക്കാത്ത, കൊയ്യാത്ത, കൂട്ടിവെക്കാത്ത പറവജാതിയെ പോറ്റുന്ന ദൈവം നിങ്ങളെ പറവജാതിക്ക് സമമായിട്ടല്ല കാണുന്നത്. നിങ്ങൾ ദൈവത്തിന് ഏറെ വിശേഷതയുള്ള ജാതിയാണ്. ദൈവം നിങ്ങളെ ക്ഷേമമായി പുലർത്തും. നല്ല നിലയിൽ കാര്യങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. കൊറോണ വൈറസ് വ്യാപനം മൂലം ഇന്ന് പലരും അത്തരം ഒരു തിരിച്ചടിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജോലി നഷ്ടമായി, വരുമാനം കുറഞ്ഞു, ചിലരുടെ വരുമാനം ഇല്ലാതെയായി, മാസങ്ങളായി ജോലി ചെയ്യാൻ കഴിയാതെ വരുമാനമില്ലാത്ത അവസ്ഥ. ഇതുവരെ കാര്യമായിട്ടൊന്നും സ്വരുക്കൂട്ടി വയ്ക്കുവാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാകില്ല. പാണ്ടികശാലയും കളപ്പുരയും ശൂന്യമായി കിടക്കുന്ന അവസ്ഥയിലായിരിക്കാം. വിതയ്ക്കുവാനും കൊയ്യുവാനും ഇന്നും തയ്യാറാണ് നാം. അധ്വാനിക്കുവാൻ മടിയില്ല. പക്ഷേ എന്തു ചെയ്യാൻ? വഴികളെല്ലാം അടഞ്ഞു, സാധ്യതകൾ ഒന്നും തെളിയുന്നില്ല. മുൻപിൽ ഇരുട്ട് മാത്രം. ഭാവിയെക്കുറിച്ചുള്ള ഭയം വേട്ടയാടുന്നു. എങ്ങനെ കാര്യങ്ങൾ നടക്കും? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഭാവി എന്തായിത്തീരും? ഒരു വീട് എങ്ങനെ ഉണ്ടാകും? അല്ലെങ്കിൽ പണി തുടങ്ങിയത് എങ്ങനെ തീർക്കും? എടുത്ത ലോൺ എങ്ങനെ അടച്ചു തീർക്കും? നാളെ എങ്ങനെ വിശപ്പടക്കും? അതെ, 100 കൂട്ടം ചിന്തകളാണ് നമ്മുടെ മനോമുകുരത്തിൽ കൂടെ ദിനരാത്രങ്ങൾ വ്യത്യാസമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പലരുടെയും ഉറക്കത്തെ പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ളതായ ചിന്താകുലങ്ങൾ. നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു സംസാരിച്ചത്. വിചാരപ്പെടരുത്, ഭയപ്പെടരുത്. വിതയ്ക്കാത്ത, കൊയ്യാത്ത, പാണ്ടികശാലകളും കളപ്പുരകളുമില്ലാത്ത പക്ഷികൾക്കായി കരുതുന്നവൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പക്ഷികളെക്കാൾ ഏറെ ശ്രേഷ്ഠതയുള്ളവരാണ്. ധൈര്യപ്പെടുക. വിതയും കൊയ്ത്തുമില്ലാതെ തന്നെ പാണ്ടികശാലകളും കളപ്പുരകളും നിറയ്ക്കുവാൻ ദൈവം മതിയായവനാണ്. കാറ്റും മഴയുമില്ലാതെ താഴ്വരകളെ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നവൻ ജോലിയും വരുമാനവുമില്ലാത്ത സമയത്ത് നമ്മുടെ കലവറകളെ നിറയ്ക്കുവാൻ ശക്തനാണ്. സാരഫാത്തിലേക്കുള്ള വഴി ദൈവം തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് വറ്റിപ്പോയ കിരീത്ത് തോടിനെയും വരാത്ത കാക്കകളെയും ഓർത്ത് നെടുവീർപ്പിടേണ്ട കാര്യമില്ല. കിരീത്തിലെ വെള്ളം വറ്റിയാലും വറ്റാത്ത ഒരു ഉറവ സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുണ്ട്. കാക്കകളുടെ വരവ് നിന്നാലും നമ്മെ തേടി വരുന്ന, നമുക്ക് ആവശ്യമുള്ള നന്മകളുമായിട്ട് നമ്മുടെ അരികിൽ വരുന്ന കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ഉണ്ട്, ജീവിക്കുന്നുണ്ട്. അവൻ എന്നും ജീവിക്കുന്നവനാണ്. ഇത് സമൃദ്ധിയുടെ സുവിശേഷമല്ല. കനൽ വഴികളിൽ കാൽച്ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതീക്ഷയാണ്, ദൈവം നൽകുന്ന ആശ്വാസമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം മുഴുവൻ നാം ധ്യാനിച്ചാൽ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് യേശു തരുന്നുണ്ട്. ദൈവവിഷയമായി സമ്പന്നനാകേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് അവിടുന്ന് ഊന്നൽ നൽകുന്നുണ്ട്.
നിക്ഷേപം ഭൂമിയിലല്ല, മറിച്ച് സ്വർഗത്തിലായിരിക്കണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് യജമാനൻ്റെ ഇഷ്ടമറിഞ്ഞ് ഒരുങ്ങിയിരിക്കുവാനുള്ള ആഹ്വാനവും അതിനകത്ത് തന്നെ ഉണ്ട്. ലോകത്തിലെ ധനമല്ല, നിത്യതയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പക്ഷേ ജീവിതയാത്രയിൽ വരുന്ന പ്രതിസന്ധികളിൽ കൈവിടുന്നവനല്ല നമ്മുടെ ദൈവം. വിതയും കൊയ്ത്തും മുടങ്ങി കളപ്പുരകൾ ശൂന്യമാകുമ്പോഴും ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുക. ശൂന്യതകളെ മാറ്റി നിറവ് നൽകുന്ന ദൈവം നമുക്കുണ്ട്. അവിടുന്ന് അരക്ഷിതാവസ്ഥയെ മാറ്റി സുരക്ഷിതത്വം നമുക്ക് നൽകും. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. തലമുറകളുടെ ജീവിതത്തിൽ നന്മകൾ വെളിപ്പെടും. തടയപ്പെട്ട് കിടക്കുന്ന നന്മകൾ ഉറവുകളായി ഒഴുകുവാൻ പോകുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നമുക്ക് അന്വേഷിക്കാം. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടുവാൻ നമുക്ക് ഉത്സാഹിക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. അതെ, വിതയ്ക്കാതെയും കൊയ്യാതെയും പുലർത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.